തിരക്കുകളുടെ ലോകത്ത് നമ്മൾ മറന്നു പോകുന്ന ഒന്നിനെക്കുറിച്ച് പറയാം. ഒന്നല്ല, ഒരുപാടുണ്ടെന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ പറയുക. ഞാനിപ്പോൾ ഒരു കൊച്ചു കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ്. അത് നിശബ്ദതയെക്കുറിച്ച്. പലപ്പോഴും രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ അലയുകയാണ്. ഒന്നിനും നമുക്ക് സമയം കിട്ടാറില്ല, സമയം തികയാറില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ നിശബ്ദമായിട്ടൊന്നിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സമയം കിട്ടുക? സൈലൻസ് ഈസ് ദി സോഴ്സ് ഓഫ് ഗ്രേറ്റ് സ്ട്രെങ്ത് എന്ന് കുറിച്ചത് ലാവോസുവ. നിശബ്ദത എന്ന് പറഞ്ഞാൽ ഒരു മഹാശക്തിയുടെ ഉറവിടമാണ് എന്നാണ് അതിനർത്ഥം. നിശബ്ദമായിട്ടിരുന്നാൽ, നിശബ്ദമായിട്ട് കാര്യങ്ങളൊന്ന് കാണാൻ പരിശ്രമിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ആഴമുള്ള ഒരു ജീവിതമുണ്ടാകും. നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ചിന്താധാരകളെ കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ, നമ്മുടെ വികാരങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ ഒക്കെ നിശബ്ദത നമ്മളെ സഹായിക്കും. സൈലൻസ് ഈസ് ദ സ്ലീപ്പ് ദാറ്റ് നറീഷസ് ദി വിസ്ഡം എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ. ജ്ഞാനത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം ഈ നിശബ്ദതയെക്കുറിച്ച് പറയുക. നിശബ്ദതയിൽ ജ്ഞാനം അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കും എന്നാണ് അതിനർത്ഥം. നിശബ്ദമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റിയാൽ നമുക്ക് പല കാര്യങ്ങളും, നമ്മുടെ വിചാരധാരകളൊക്കെ കുറച്ചുകൂടി തെളിമയുള്ളതായി തീരും. ചിലപ്പോൾ പൊട്ടിത്തെറിക്കേണ്ട ചില അന്തരീക്ഷത്തിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. പക്ഷേ നിശബ്ദമായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ, നിശബ്ദതയെ നമ്മൾ കൂട്ടുപിടിച്ചാൽ ചിലപ്പോൾ നമുക്കത് വലിയ ഫലങ്ങൾ തരും. നിശബ്ദത ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. പൂർണ്ണമായും നമ്മൾ നിശബ്ദതയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയും. ഒന്നും എന്നിൽ നിന്ന് അകലെയല്ലെന്നും ഒന്നും അന്യമല്ലെന്നും നമ്മൾ തിരിച്ചറിയും. നിശബ്ദതയിൽ നമ്മുടെ മനസ്സിൻ്റെ പല വർണ്ണങ്ങൾ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ക്രിയേറ്റിവിറ്റി നിശബ്ദതയിൽ ഉണരും. നമ്മളതിൻ്റെ നമ്മുടെ പൂർണ്ണതയിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും നിശബ്ദതയുടെ പിൻബലമുണ്ടെങ്കിലാണ്. നിശബ്ദത അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പരിശ്രമിച്ചാൽ ഒന്നും എന്നിൽ നിന്ന് അകലെയല്ലെന്നും ഒന്നും എന്നിൽ നിന്ന് അന്യമല്ലെന്നും ഈ പ്രപഞ്ചമാകുന്ന യാഥാർത്ഥ്യത്തിൽ ഞാൻ ജീവിക്കുന്നെന്നും ദൈവമാകുന്ന മഹാചൈതന്യത്തിൻ്റെ ഭാഗമാണെന്നും ഞാൻ തിരിച്ചറിയും. കണ്ണുപൂട്ടി നിശബ്ദതയിലേക്ക് പ്രവേശിച്ചാൽ ദൈവമാകുന്ന മഹാചൈതന്യത്തിൻ്റെ ഭാഗമാണ് ഞാനത് തിരിച്ചറിയുമ്പോൾ എൻ്റെ നിശബ്ദത പൂർണ്ണമാകും. പിന്നീട് ശബ്ദകോശങ്ങളില്ല, നിശബ്ദത മാത്രം.